നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. ഈ ഗംഭീര സിനിമകൾ, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഹൊറർ മൂവീസ്, ഈ സിനിമകളുടെ ഒരു സ്പൂഫ് വേർഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അറ്റംപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു സ്കാരി മൂവി സീരീസ്. സ്കാരി മൂവി സീരീസിന്റെ 1 to 5 ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. നല്ല കളക്ഷൻ കിട്ടിയ സിനിമകളാണ്. അതിന്റെ ഒരു 6th വേരിയന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. പടത്തിന്റെ OTT ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി നോ ലോജിക്, അതാണ് ഈ പടങ്ങൾ കൂടുതലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ തമിഴിൽ നിന്ന് തമിഴ് പടം, പിന്നെ മലയാളത്തിലെ കുഞ്ചാക്കോ ബോബന്റെ ചിറകൊടിഞ്ഞ കിനാവുകൾ, ആ സിനിമയൊക്കെ വെക്കുന്നത് അതായത് നോ ലോജിക് ഒൺലി ഫൺ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മോട്ടോയിൽ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക് എല്ലാം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു പോപ്കോൺ വാച്ച് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്കാരി മൂവി 6 റിലീസ് ചെയ്തിട്ടുള്ളത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൈക്കിൾ ടൈറ്റ്സ് ആണ്. ഈ ഫസ്റ്റ് തൊട്ടിട്ട് ഉള്ള സെയിം ക്യാരക്ടേഴ്സ് ആണ് ഈ 6th വന്നിട്ടുള്ളത്. അതിന്റെ മേക്കേഴ്സ് എന്ന് പറയുന്നത്, അതായത് റൈറ്റേഴ്സ് മാർലൻ ബ്രദേഴ്സ് ആണ്. അതായത് മാർലൻ റൈറ്റേഴ്സ് വരുന്നത് വെയിൻസ് ബ്രദേഴ്സ് ആണ്. അതായത് മാർലൻ ആൻഡ് ഷോൺ വെയിൻ. ഇവർ രണ്ടുപേരും ഇതിന്റെ മെയിൻ ആക്ടേഴ്സ് ലിസ്റ്റിലും ഉണ്ട് ആക്ച്വലി. ഇവരെ കൂടാതെ തന്നെ അന്ന ഫാരിസ്, പിന്നെ റെജീന ഹാൾ, ഡേവ് ഷെരിഡൻ, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത്. പടം 18+ ആണ്. കുറച്ച് അവോയ്ഡബിൾ കണ്ടന്റ് ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇറങ്ങിയിട്ടുള്ള നിരനിരയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഹൊറർ മൂവീസിന്റെ ഡയറക്റ്റ് സ്പൂഫാണ് ഈ സിനിമയിലൂടെ അവർ മാക്സിമം കാണിക്കുന്നത്. ഓരോ ജോണേഴ്സിനും ഉണ്ട് സ്പൂഫ് മൂവീസുകളുണ്ട്. എന്നാൽ ഇവർ ഈ സ്കാരി മൂവി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹൊറർ ജോണറിലുള്ള സിനിമകൾ മാത്രമാണ്. അത് നമുക്കൊരു എന്താ പറയാ, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കണം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ. ഇവര് ഓരോ ഷോട്ടിലും കൊണ്ടുവരുന്ന കുറേ വെവ്വേറെ സിനിമകളുടെ സ്പൂഫുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ സിനിമകളൊക്കെ ഓൾറെഡി കണ്ടവരാണെങ്കിലാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അനോയിങ് ആയിട്ട് തോന്നാം മേ ബി. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതൊരു 18+ മൂവിയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അങ്ങനത്തെ സ്ട്രോങ് ലാംഗ്വേജ് ഉണ്ട്, കുറച്ച് സീൻസ് കുറച്ച് വിയേർഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു പോപ്കോൺ വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഈ കമ്പാരിറ്റീവ്ലി 1 to 5 അപേക്ഷ അത്ര ഒരു ഹൈയിൽ പോകുന്നില്ല കോമഡീസ്, എങ്കിൽ പോലും ജസ്റ്റ് വാച്ച് ആണ് പടം. നല്ലൊരു കളക്ഷൻ ആയിരുന്നു പടത്തിന്. ഒരു 30 മില്യന്റെ ഉള്ളിൽ ഇവര് എടുത്ത ഈ സിനിമ ഒരു 230 മില്യൺ അറൗണ്ട് ഇവര് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ ഈ പടത്തിന്റെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.